മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയും കരുണയും ഉണ്ണിയും പ്രതാപനും മുത്തശ്ശിയുമെല്ലാം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, ഇത്ര നല്ലൊരു ഡിന്നർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഇത്രത്തോളം ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, അച്ഛന് ഇത്ര ഇഷ്ടപ്പെട്ടോ, ഇന്നത്തെ നല്ല ഫുഡാണല്ലേ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളുടെ കല്യാണത്തിന് ശേഷം ഞാൻ ഇത്ര സമാധാനത്തോടു കൂടി ഇത്ര രുചിയോടുകൂടി ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയുമെല്ലാം വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, മേഘൻ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും ആരും തള്ളിക്കളയണ്ട. പണ്ട് ഇതുപോലെ തന്നെ ഉണ്ണിയുടെ അച്ഛൻ മരിച്ച സമയത്ത് കണ്ണൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കണ്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാമേട്ടനും ഈ കണ്ണൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായതായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപൻ ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു ചങ്കടിപ്പുണ്ടാകുന്നുണ്ട്. കാരണം വാമേട്ടനും ഉണ്ണിയുടെ അച്ഛനും അത്ര അടുപ്പത്തിലായിരുന്നല്ലോ താൻ ജീവിച്ചിരുന്നത്. അവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ, അവരുടെ മനസ്സൊന്നായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടത് വാമേട്ടൻ അങ്ങനെ ഉള്ളതായിട്ടൊക്കെ തോന്നിയിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ദുർഗ. അതുകൊണ്ടാണ് കരുണൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എന്നെ കൊണ്ട് വാമേട്ടൻ കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും പ്രതാപം മനസ്സിലോർക്കുന്നുണ്ട്, എന്നിട്ടാണല്ലോ എന്നെ അയാളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ എന്നെ തന്നെ ഏൽപ്പിച്ചതെന്നൊക്കെ മനസ്സിലോർത്ത് പ്രതാപം ചിരിക്കുന്നെല്ലാമുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ യാത്ര പറഞ്ഞ് പ്രതാപനും മുത്തശ്ശിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് മോളോട് പറയുന്നുണ്ട്, കരുണമോളെ ഇനി ഓണത്തിന് കാണാൻ പറ്റുക, നിങ്ങൾ രണ്ടുപേരും ഓണത്തിന് രാവിലെ തന്നെ അവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയോടായിട്ടും കരുണയോടായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് പ്രതാപൻ. ഇപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അച്ഛൻ ഇത് കൂടെ പറയണ്ട, ഞങ്ങൾ എന്താണെങ്കിലും ഓണത്തിന് അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ എന്താണെങ്കിലും രാത്രി സമയങ്ങളിൽ പുറത്തോട്ട് അധികം ഇറങ്ങണ്ട, അവൾ മരിച്ചിട്ട് 16 ദിവസം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അവളുടെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും കലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, അമ്മ വെറുതെ അവളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ, അങ്ങനെയൊന്നും ഇല്ല മോളെ, പ്രേതവും ഭൂതവും ഒന്നും ഇല്ല, മുത്തശ്ശി ചുമ്മാ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോകുകയാണ്. അവർ പോയതിന് ശേഷം ദുർഗയോടായിട്ട് കരുണ പറയുന്നുണ്ട്, അമ്മ എന്താണെങ്കിലും ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റിക്കോ, നമുക്ക് നാളെ തന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ദുർഗ പറയുന്ന, ഞാൻ ഇപ്പം തന്നെ അത് ചെയ്യാമെന്ന് ഓർത്ത് പോവുകയാണെന്ന് പറഞ്ഞ് ദുർഗ പിന്നെ പൂജാമുറിയുടെ അങ്ങോട്ട് പോവുകയാണ്. അതേസമയം കരുണയും ഉണ്ണിയും കൂടെ മുകളിലത്തെ റൂമിലോട്ട് കിടക്കാനായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുർഗ റൂമിലോട്ട് കയറാൻ ചെല്ലുമ്പോഴേക്കും ഭയങ്കര ഒരു ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ദുർഗ കയറുന്ന സമയത്ത് കറണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പേടിച്ച് ദുർഗ ഇങ്ങനെ കയറുമ്പോൾ ഒരു പുറത്ത് വല്ലാത്ത ഒരു അസ്വസ്ഥത, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ പേടിച്ച് വിഗ്രഹം കയ്യിലെടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ പിന്നെ നേരെ കാണുന്ന കണ്ണാടിയിൽ കൂടി ഒരു നിഴൽ കാണുന്നുണ്ട്. അത് കണ്ട് ദുർഗ പേടിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയുടെ മുൻപിലോട്ട് മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് കാണുമ്പോൾ ദുർഗ അലറി, മോനെ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് അവിടെ താഴെ വീഴുകയാണ്. അങ്ങനെ ദുർഗയ്ക്ക് ബോധം പോയതറിഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നിട്ട് മാർക്കോടെ അടുത്ത് ചെല്ലുമ്പോൾ മാർക്ക് പറയും, ഇപ്പം അത്യാവശ്യമുള്ള 2 പേരെ നമ്മൾ പേടിപ്പിച്ച് കഴിഞ്ഞു, ഇനി അടുത്തതുള്ളത് മുത്തശ്ശിയെയും പ്രതാപനെയുമാണ്. അവരെ 2 പേരെയും നമുക്ക് ഇനി ടാർഗറ്റുള്ളത്, അങ്ങോട്ട് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടെ അങ്ങോട്ട് പോകുകയാണ്. അങ്ങനെ മുത്തശ്ശി മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കാണുന്നുണ്ട്.